ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ക്യാരറ്റ്, 2 സ്പൂണ് പാൽപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പ് തേങ്ങ. നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കാം. ഈ ചൂടുവെള്ളം എടുക്കുന്നത് മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ, അപ്പോൾ പുട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഈ മാവൊന്ന് നനച്ചെടുക്കാം. നമുക്ക് 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാവ് നനച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ക്യാരറ്റ് യോജിച്ചതിന് ശേഷം, ഇതുമായിട്ട് ചേർന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ആഡ് ചെയ്യാം. ഇതിലോട്ട് തേങ്ങ ചേർക്കാം. ഇതും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ക്യാരറ്റും മാവും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ വളരെ ഇഷ്ടത്തോടെ അവർ ഇത് കഴിക്കും. ഇനി നമുക്ക് പുട്ടുകുടം അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിക്കാം. നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ പുട്ടുകുറ്റിയിലേക്ക് ഇടാം. ഇനി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് അതിന് മുകളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിന് മേളിൽ കുറച്ച് തേങ്ങ ഇടാം. ഇനി വീണ്ടും അതിന് മുകളിലായിട്ട് മിക്സ് ഇടാം. അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് പുട്ട് അടുപ്പിൽ നിന്ന് എടുക്കാം. നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ആവി പറക്കുന്ന പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ടൻ ചായയുടെ കൂടെ
വളരെ സ്വാദിഷ്ടമായി കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്.